Hello, dears. A warm welcome to my channel. It's me, അസി ഖാസസ്. അപ്പോൾ മകളെ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ലൂജി പിരാൻഡലോയുടെ വാർ എന്ന് പറയുന്ന ആ ഒരു കഥയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. Another day in paradise paints a heart-rending picture of the suffering of the homeless. ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതത്തെ ഹൃദയഭേദകമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കവിതയാണ് അനദർ ഡേ ഇൻ പാരഡൈസ്. നൗ തിങ്ക് അബൌട്ട് ഹൗ പീപ്പിൾ വുഡ് ഫീൽ വെൻ ദേ ലോസ് സമ്മൺ ഇമ്പോർട്ടൻറ്റ് ടു ദെം. ഏതെങ്കിലും ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ഒരാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഒരു ഫീല്? ഹൗ വുഡ് ദേ എക്സ്പ്രസ് ദിയർ ഇമോഷൻസ് ആൻഡ് ഷെയർ ദിയർ ഫീലിങ്സ്? എങ്ങനെയായിരിക്കും അവർ അവരുടെ ഇമോഷൻസിനെ, അവരുടെ ഫീലിങ്സിനെ അവർ ഷെയർ ചെയ്യുന്നത്, അവർ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഹൗ വുഡ് ദേ ഫൈൻഡ് ദ സ്ട്രെങ്ത് ടു മൂവ് ഓൺ? മുന്നോട്ട് പോകാനുള്ള, ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ആ ഒരു ശക്തി എവിടെ നിന്നായിരിക്കും അവർക്ക് ലഭിക്കുന്നത്? ലെറ്റ്സ് റീഡ് a story by Luigi Pirandello which explores how people grapple with loss and grief in times of war. അതായത് യുദ്ധസമയത്ത് ഈ യുദ്ധത്തിൻ്റെ എഫക്റ്റുകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ ആ ഒരു നഷ്ടത്തെ, അവരുടെ ആ ഒരു സങ്കടത്തെ എല്ലാം മാനേജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്ന ലൂജി പിരാൻഡലോയുടെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാർ ബൈ ലൂജി പിരാൻഡലോ. ഇവിടെ ഗ്രാപ്പിൾ എന്ന വാക്യത്തിനർത്ഥം ടു മാനേജ് എന്നർത്ഥം വരുന്നതാണ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. വാർ ബൈ ലൂജി പിരാൻഡലോ. അപ്പോൾ ശരിക്കും ഈ ഒരു കഥ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയങ്ങളിൽ നിർബന്ധിതമായും ഒരു നിശ്ചിത കാലയളവ്, ഒരു നിശ്ചിത കാലത്തോളം ഓരോ പൗരനും അവരുടെ ആർമിക്കകത്ത്, പ്രത്യേകമായും ബ്രിട്ടീഷ് ആർമിക്കകത്തൊക്കെ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു നിയമം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലത്ത് നിർബന്ധിതമായും ആർമിക്കകത്ത് പോകേണ്ടി വരുന്ന ഒരു മകനെ യാത്രയാക്കി വരുന്ന ഒരു പാരൻസ്, അവരുടെ ആ ഒരു യാതനകളും അവരവരുടെ അഗനീസും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. The passengers who had left Rome by the night express had to stop until dawn at the small station of Fabriano. അതായത് റോമിൽ നിന്നും രാത്രിയിലെ നൈറ്റ് എക്സ്പ്രസ്സിൽ യാത്ര തിരിച്ച ഒരു കൂട്ടം യാത്രികർക്ക് ഫാബ്രിയാനോ എന്ന് പറയുന്ന ഒരു ചെറിയ സ്റ്റേഷനകത്ത് പുലരും വരെ, അതായത് രാവിലെ ആകുന്നത് വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വരികയാണ്. They then needed to continue their journey by the old-fashioned local train to Sulmona. ഫാബ്രിയാനോയിൽ നിന്നും സുൽമോണയിലേക്കുള്ള അവരുടെ യാത്ര എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഫാഷൻഡ് ട്രെയിനിലാണ്. ആ ഒരു യാത്ര തുടരണമെങ്കിൽ അവർക്ക് ഫാബ്രിയാനോയിലും ഈ പുലരുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു എന്ന കാര്യം പറയുന്നുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോൺ ഈസ് ഏർലി മോർണിംഗ്. ഓക്കെ, പ്രഭാതം എന്നർത്ഥം വരുന്നൊരു വാക്കാണ് ഡോൺ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്, രാത്രിയിലെ നൈറ്റ് എക്സ്പ്രസ്സിൽ റോമിൽ നിന്നും യാത്ര തിരിച്ച ഒരു കൂട്ടം യാത്രികർക്ക് നേരം പുലരുന്നത് വരെ ഫാബ്രിയാനോ എന്ന് പറയുന്ന ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനകത്ത് കാത്തിരിക്കേണ്ടി വരികയാണ്. കാരണം ആ ഫാബ്രിയാനോയിൽ നിന്നും രാവിലെയാണ് സുൽമോണ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനകത്തേക്ക് ഒരു ഓൾഡ് ഫാഷൻഡ് ട്രെയിനിലുള്ള എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. അറ്റ് ഡോൺ, പ്രഭാതമായപ്പോൾ, ഇൻ എ സ്റ്റഫി ആൻഡ് സ്മോക്കി സെക്കൻഡ് ക്ലാസ് കാരേജ്, ഒരു ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് സ്റ്റഫി ഈസ് എ ലാക്കിംഗ് ഓഫ് എയർ ഓർ വെന്റിലേഷൻ എന്നർത്ഥം വരുന്ന. ഓക്കെ, ശരിക്കും ഒരു ശ്വസിക്കാൻ വായു പോലും ലഭിക്കാത്ത അത്ര കണ്ട് തിരക്ക് പിടിച്ച, ആൻഡ് സ്മോക്കി, പുകപടലങ്ങളുള്ള, അത്രയും ക്രൗഡഡ് ആയ ഒരു ട്രെയിൻ ആയിരുന്നു എന്ന കാര്യം ഇവിടെ പറയാണ്. ഇൻ വിച്ച് a few people had already spent the night. ആ ട്രെയിനിനകത്ത് ചില ആളുകൾ രാത്രി സമയം മുതലേ ആ ട്രെയിനിനകത്ത് സ്പെൻഡ് ചെയ്യുന്നവരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. A stout woman in deep mourning was hoisted in. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തടിച്ച, ഒരു ഫാറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ഷി വാസ് ഇൻ ഡീപ്പ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്, അതീവ ദുഃഖിതയായ ഒരു ഫോമലായ ബ്ലാക്ക് ഡ്രസ് ഒക്കെ വോൺ ചെയ്തിട്ടുള്ള ഒരു ലേഡി ആ ഒരു ട്രെയിനിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് മോർണിംഗ്
a formal black dress worn out when someone beloved is dead, and hoisted is lifted or raised. Okay. Behind her, puffing and mourning, followed her husband. ആ ഒരു സ്ത്രീയുടെ പിന്നിലായിട്ട് അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹി വാസ് പഫിങ്, അദ്ദേഹം കിതക്കുന്നുണ്ടായിരുന്നു. പഫിങ് മീൻസ് പാൻറ്റിങ്. ആൻഡ് മോർണിംഗ്, അദ്ദേഹം വിലപിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം പറയാണ്. എ ടൈനി മാൻ, തിൻ ആൻഡ് വീക്ക്, അദ്ദേഹം ടൈനി ഒരു ചെറിയ മനുഷ്യനാണ്, തിന്നാണ്, വീക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹിസ് ഫേസ് ഡെത്ത് വൈറ്റ്, അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ ഡെത്ത് വൈറ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഡെത്ത് വൈറ്റ് ഈസ് പെയിൽ, വിളറിയ എന്നർത്ഥം വരുന്ന വാക്കാണ്. ഹിസ് ഐസ് were small and bright and he looked shy and uneasy. ആളുടെ കണ്ണുകൾ ചെറുതായിരുന്നെങ്കിലും നല്ല ബ്രൈറ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു സങ്കടം ശരിക്കും നിഴലിക്കുന്നുണ്ടായിരുന്നു. ദോസ് എ ഷൈ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ശങ്കയുള്ളതുപോലെ, ഒരാശങ്കയുള്ളതുപോലെ, ഒരു അൺഈസി, വിച്ച് മീൻസ് ഹി വാസ് നോട്ട് കംഫർട്ടബിൾ. ഓക്കെ, അങ്ങനെയായിരുന്നു എന്ന കാര്യം ഇവിടെ പറയുന്നു. ഓക്കെ, സോ ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിനകത്ത് ആ ഒരു നേരം പുലരുന്ന സമയത്ത് ഫാബ്രിയാനോയിൽ നിന്നും സൊൽമോനയിലേക്കുള്ള ആ ഒരു യാത്രയിൽ ഒരു തടിച്ച, കാണാൻ അതീവ ദുഃഖിതയായ ഒരു ലേഡി നമ്മുടെ ട്രെയിനിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അവരുടെ പിന്നിലായിട്ട് അവരുടെ ഭർത്താവുണ്ടായിരുന്നു. ആ ഭർത്താവിനെ ഈ പാരഗ്രാഫിനകത്ത് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ദെൻ ഹാവിങ് അറ്റ് ലാസ്റ്റ് ടേക്കൺ എ സീറ്റ്, അവസാനം ഒരു സീറ്റ് എടുത്തതിന് ശേഷം ഹി പൊളൈറ്റ്ലി താങ്ക്ഡ് ദ പാസഞ്ചേഴ്സ് ഹു ഹാഡ് ഹെൽപ് ഹിസ് വൈഫ് ബൈ മേക്കിംഗ് റൂം ഫോർ ഹർ. ഇദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് ഇരിക്കാൻ ഒരിടം കൊടുത്ത ആളുകളോട് വളരെ വിനീതമായി അവരോട് നന്ദി പറയുന്നുണ്ട്. ദെൻ ഹി ടേൺ റൗണ്ട് ടു ദ വുമൻ ആൻഡ് പൊളൈറ്റ്ലി ഇൻക്വയർഡ്, ശേഷം അദ്ദേഹം തൻ്റെ ഭാര്യയുടെ നേരെ തിരിഞ്ഞ് വളരെയധികം വിനയത്തോടുകൂടെ അന്വേഷിക്കുന്നു, എൻക്വയർ ചെയ്യുന്നു. ആർ യു ഓൾ റൈറ്റ് ഡിയർ, ഐ മീൻ ആർ യു ഓക്കെ, നിനക്ക് സുഖമല്ലേ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. ദ വൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിങ്, പക്ഷേ ഉത്തരം പറയുന്നതിന് പകരം ഭാര്യ pulled up the collar of her coat to hide her face, അവളുടെ കോട്ടിൻ്റെ കോളർ വലിച്ച് തൻ്റെ മുഖം മറയ്ക്കാനാണ് അവൾ ശ്രമിച്ചത് എന്ന കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ശരിക്കും എന്തോ വലിയൊരു സങ്കടം അവളുടെ ഉള്ളിലുണ്ട്. ഭർത്താവിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുന്നിൽ സങ്കടം മറക്കാനായിട്ടാണ് ശരിക്കും അവരുടെ കോളർ കൊണ്ട് മുഖം മറക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, നാസ്റ്റി വേൾഡ് muttered the husband with a sad smile. ഈ ഒരു സമയത്ത് ഒരു സങ്കടത്തോടു കൂടെയുള്ള ഒരു ചിരിയോടുകൂടെ ഭർത്താവ് നാസ്റ്റി വേൾഡ്, വാട്ട് ആൻ അൺപ്ലസൻറ്റ് വേൾഡ് ഇസ് ദിസ്, എന്ത് ലോകമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അവിടെ മറ്റർ ചെയ്യുന്നുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് മറ്റേർഡ് ഈസ് എ വിസ്പർ. നമ്മൾ മന്ത്രിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ശരിക്കും മറ്റർ എന്ന് പറയുന്നത്. ടു സേ സംതിങ് ഇൻ എ ലോ വോയിസ്, ഒരു പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുക, അങ്ങനെയും കൂടെ അർത്ഥം വരുന്നൊരു വാക്കാണ്. ഓക്കെ, ആൻഡ് ഹി ഫെൽറ്റ് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു എക്സ്പ്ലെയിൻ ടു ഹിസ് ട്രാവലിംഗ് കമ്പാനിയൻസ് ദാറ്റ് ദ പൂർ വുമൻ വാസ് ടു ബി പിറ്റീഡ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് തോന്നുകയാണ് എന്തുകൊണ്ടും തൻ്റെ ഭാര്യ ദയ അർഹിക്കുന്നുണ്ട് എന്ന കാര്യം എൻ്റെ ഫെലോ ട്രാവലേഴ്സിനോട് പറയേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. The war was taking away from her their only son, a boy of 20. അപ്പോൾ അദ്ദേഹം തൻ്റെ സങ്കടം ഇവിടെ ഷെയർ ചെയ്യുന്നു. അവരുടെ ഒരേയൊരു മകനായ 20-കാരനെ യുദ്ധം അവരിൽ നിന്നും മാറ്റി നിർത്തുകയാണ്, പറിച്ചു നടുകയാണ്. ബോത്ത് ഓഫ് ദെം ഹാഡ് ഡിവോട്ടഡ് their entire life to him. അവർ രണ്ടുപേരും, അച്ഛനും അമ്മയും, മകന് വേണ്ടി അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ചവരാണ്. ആൻഡ് they had even broken up their home at Sulmona to follow him to Rome. റോമിലേക്ക് അവനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സൊൽമോനയിലെ വീട് പോലും വിറ്റിട്ടാണ്, അതുപോലും ഇല്ലാതെയാക്കിയിട്ടാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന കാര്യം പറയുന്നു. he had to go as a student. ഐ മീൻ റോമിൽ അവനൊരു സ്റ്റുഡൻ്റായി പഠിക്കാൻ പോകുന്ന സമയത്ത് സൊൽമോനയിലെ അവരുടെ വീട് പോലും നഷ്ടപ്പെടുത്തിയിട്ടാണ് അവനെ അതിന് പറഞ്ഞയച്ചത് എന്ന കാര്യം പറയുന്നു. They allowed him to volunteer for war with an assurance that for at least 6 months he wouldn't be sent to the war front. അതായത് അവനെ ഈ ഒരു വാർ ഫ്രണ്ടിലേക്ക് ഒരു ഭടനായി പോകാൻ ഇവർ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു അഷുറൻസിൻ്റെ പേരിലായിരുന്നു.
ഒരു ഉറപ്പിൻ്റെ ബേസിലായിരുന്നു അവരതിന് സമ്മതിച്ചിരുന്നത്. ഒരു വോളണ്ടിയർ ആകാൻ അവർ സമ്മതിച്ചിരുന്നത്. അതായത് യുദ്ധം തുടങ്ങി ആദ്യത്തെ 6 മാസത്തേക്കൊന്നും എന്തായാലും മകൻ പോകേണ്ടി വരില്ല എന്നൊരു ഉറപ്പിലായിരുന്നു അവർ മകനെ ഈ ഒരു വോളണ്ടറി സർവീസിന് അനുവദിച്ചിരുന്നത് എന്ന കാര്യം പറയുന്നുണ്ട്. ആൻഡ് നൗ ഓൾ ഓഫ് എ സഡൻ, പക്ഷേ ഇപ്പോൾ സഡൻലി പെട്ടെന്ന് ദേ റിസീവ്ഡ് എ വയർ ഫ്രം ഹിം, അവരിൽ നിന്നും ഒരു വയർ ലഭിക്കുന്നു. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് വയർ ഈസ് എ ടെലഗ്രാം മെസ്സേജ്. ഒരു സന്ദേശം, ഒരു കമ്പി അവർക്ക് ലഭിക്കുന്നു. സെയിങ് ദാറ്റ് ഹി വാസ് ഡ്യൂ ടു ലീവ് ഇൻ 3 days, അതായത് 3 ദിവസം കൊണ്ട് അവന് പോകേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ, ഈ യുദ്ധമുഖത്തേക്ക് അവന് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെലഗ്രാം വയർ, ഒരു ടെലഗ്രാം മെസ്സേജ് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. ദേ വർ നൗ ഗോയിങ് ടു സീ ഹിം ഓഫ്. ദ വുമൺ വാസ് ട്വിസ്റ്റിംഗ് ആൻഡ് റിഗ്ലിംഗ്. ശരിക്കും ആ ഒരു ലേഡി അവിടെ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്, റിഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് റിഗിൾ ഈസ് ടു ട്വിസ്റ്റ് ആൻഡ് ടേൺ. അവരുടെ ഉള്ളിൽ വളരെയധികം സങ്കടങ്ങളുണ്ട് എന്ന കാരണം കൊണ്ട് തന്നെ ആകെ ഇങ്ങനെ ഒരു ചുറ്റിപ്പിണയുന്നത് പോലെ, ഐ മീൻ ഭയങ്കരമായിട്ട് ട്രബിൾ ചെയ്യുന്നത് പോലെ ഒരു സംഗതി അവിടെയുണ്ട്. അറ്റ് ടൈംസ് ഗ്രോളിംഗ് ലൈക്ക് എ വൈൽഡ് ആനിമൽ. ചില സമയത്ത് വന്യമൃഗങ്ങളെ പോലെ അവൾ മുരളുന്നുണ്ട്. ഐ മീൻ സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഗ്രോൾ ഇസ് മുരളുക എന്നർത്ഥം വരുന്നതാണ്. ഓക്കെ, പുളയുക എന്നർത്ഥം വരുന്ന വാക്കുകളാണ് ശരിക്കും ട്വിസ്റ്റിംഗ് ആൻഡ് റിഗ്ലിംഗ് എന്നൊക്കെ പറയുന്നത്. She felt certain that all those explanations wouldn't have aroused even a shadow of sympathy from those people. അപ്പോൾ ഈ ഒരു സമയത്താണ് അവളൊരു കാര്യം മനസ്സിലാക്കുന്നത്. തൻ്റെ ഭർത്താവ് ഇത്രയും നേരെ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ആ യാത്രക്കാരുടെ ഇടയിൽ ഒരു സിമ്പതിയുടെ നിഴൽ പോലും, ഐ മീൻ ഒരു ദയയുടെ ഒരു അല്പം പോലും അവരിലൊന്നും ഉണ്ടാക്കിയിരുന്നില്ല എന്ന കാര്യം പറയുന്നുണ്ട്. They were all most likely in the same plight as herself. കാരണം ആ കമ്പാർട്ട്മെൻറ്റിനകത്തെ എല്ലാ യാത്രികരും ഒന്നുകിൽ ഇവരെ പോലെ തന്നെ, അതല്ലെങ്കിൽ ഐ മീൻ ഇതിനേക്കാളും പത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനുള്ള ആളുകളായിരുന്നു എന്ന് പറയാണ്. അവളുടേത് പോലെ തന്നെയുള്ള ഒരു ഫ്ലൈറ്റിലായിരുന്നു, ഒരു സിറ്റുവേഷൻ ആയിരുന്നു മറ്റ് യാത്രികർക്കും എന്ന കാര്യം പറയുന്നുണ്ട്. വൺ ഓഫ് ദിം ഹു ഹാഡ് ബീൻ ലിസണിങ് വിത്ത് പെർട്ടിക്കുലർ അറ്റൻഷൻ സെറ്റ്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ സംസാരം ഭയങ്കര കീനായി ആദ്യം മുതലേ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നു, യു ഷുഡ് താങ്ക് ഗോഡ് ദാറ്റ് യുവർ സൺ ഈസ് ലിവിങ് ഫോർ ദ ഫ്രണ്ട് ഓൺലി നൗ. ശരിക്കും നിങ്ങൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്, കാരണം നിങ്ങളുടെ മകൻ ഇപ്പോഴാണല്ലോ യുദ്ധമുഖത്തേക്ക് പോകുന്നത്. മൈൻ ഹാഡ് ബീൻ സെൻഡ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ. എൻ്റെയൊക്കെ മകൻ ആ യുദ്ധമുഖത്തേക്ക് ആദ്യ ദിനം തന്നെ, യുദ്ധത്തിൻ്റെ ആദ്യ ദിനം തന്നെ അവന് പോകേണ്ടി വന്നിട്ടുണ്ട്. ഹി ഹാസ് ഓൾറെഡി കം ബാക്ക് ട്വൈസ്. മാത്രമല്ല 2 തവണ അവൻ തിരികെ വരികയും ചെയ്തു, വുണ്ടഡ്, മുറിവേറ്റുകൊണ്ട്. ആൻഡ് ബീൻ സെൻഡ് ബാക്ക് അഗൈൻ ടു ദ വാർ ഫ്രണ്ട്. അതിനുശേഷവും അവൻ വീണ്ടും എങ്ങോട്ട് തന്നെ പോകേണ്ടി വന്നു, വാർ ഫ്രണ്ടിലേക്ക് പോകേണ്ടി വന്നു എന്ന് പറയുകയാണ്. സോ ഇവിടെ ഈ ഭർത്താവും ഭാര്യയും, ഭർത്താവ് അവരുടെ സങ്കടം അവരുടെ പറയുന്ന സമയത്ത് മറ്റ് യാത്രികർ അവരുടെയും കൂടെ സങ്കടങ്ങൾ പറയുകയാണ്. അതായത് ശരിക്കും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ സങ്കടപ്പെടുകയല്ല, ശരിക്കും നിങ്ങൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്. കാരണം ഞങ്ങളുടെയൊക്കെ മക്കൾ യുദ്ധം തുടങ്ങി ആദ്യ ദിനം തന്നെ അവിടെ പോയി പലതവണ മുറിവേറ്റ് തിരിച്ചു വന്നു, വീണ്ടും അവിടേക്ക് തന്നെ പോയിട്ടുണ്ട്. നിങ്ങളുടെ മകൻ ഇപ്പോഴാണല്ലോ പോകുന്നത്, അപ്പം നിങ്ങൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത് എന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് മീ? അപ്പോൾ എൻ്റെ കാര്യമോ? ഐ ഹാവ് 2 sons and 3 nephews at the front, said another passenger. അപ്പോൾ മറ്റൊരു യാത്രികൻ പറയുന്നു, അപ്പോൾ എൻ്റെ കാര്യമോ? അതായത് എൻ്റെ 2 മക്കളും 2 ആൺമക്കളും 3 നെഫ്യൂസും, എൻ്റെ 3 അനന്തരാവകാശികളായിട്ടുള്ള സഹോദരൻ്റെയോ സഹോദരിമാരുടെയോ മക്കളെയാണ് നെഫ്യൂ, ഐ മീൻ ആൺമക്കളെയാണ് ആക്ച്വലി നെഫ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഐ മീൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. ആൻഡ് മേ ബി ബട്ട് ഇൻ അവർ കേസ് ഇറ്റ്സ് അവർ ഓൺലി സൺ. അവർ അവരുടെ സങ്കടം പറയുന്ന സമയത്ത് ഈ ഭർത്താവ് പറയുന്നു, ഐ മീൻ മേ ബി ഒരു പക്ഷേ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. ആൻഡ് അദ്ദേഹം ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു, അവിടെ ഉത്തരം പറയുന്നു, ബട്ട് ഇൻ അവർ കേസ്, പക്ഷേ ഞങ്ങളുടെ കേസിനകത്ത് ഇറ്റ് ഈസ് അവർ ഓൺലി സൺ, ഇത് ഞങ്ങളുടെ ഒരേ ഒരു മകനാണ്. വെഞ്ചേർഡ് ദ ഹസ്ബൻഡ്. അങ്ങനെ ഹസ്ബൻഡ് റിപ്ലൈഡ് ലൈക്ക് ദാറ്റ്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് വെഞ്ചേർഡ് ഈസ്
ടു ടേക്ക് സംതിങ് ടു അണ്ടർടേക്ക് സംതിങ് റിസ്കി എന്നർത്ഥം വരുന്ന വാക്കാണ്. റിസ്കി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ടേക്ക് ചെയ്യുന്നതിനെയാണ് വെഞ്ചർ എന്ന് പറയുക. ഇവിടെ ആ ഒരു രീതിയിൽ ആൾ ഉത്തരം പറഞ്ഞു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്? അത് തമ്മിൽ എന്താണ് വ്യത്യാസം? യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ ബൈ എക്സസീവ് അറ്റൻഷൻസ്. നിങ്ങൾ നിങ്ങളുടെ ഒരേയൊരു മകനെ അമിതമായി ലാളിച്ച് അമിതമായി അറ്റൻഷൻ കൊടുത്ത് മേ ബി സ്പോയിൽ ചെയ്തേക്കാം. ബട്ട് യു കനോട്ട് ലവ് ഹിം മോർ ദാൻ യു വുഡ് ലവ് ഓൾ യുവർ അതർ ചിൽഡ്രൻ ഇഫ് യു ഹാഡ് എനി. പക്ഷേ നിങ്ങൾക്ക് മറ്റൊരു മകനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ മകനെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടൊരിക്കലും നിങ്ങൾ ഈ മകനെ സ്നേഹിക്കില്ല. ആൻഡ് പാരൻ്റൽ ലവ് ഇസ് നോട്ട് ലൈക്ക് ബ്രെഡ്. ഐ മീൻ ഒരു പാരൻറ്റിൻ്റെ രക്ഷിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത് ബ്രെഡ് പോലെയല്ല. ദ ക്യാൻ ബി ബ്രോക്കൺ ഇൻ പീസസ് ആൻഡ് സ്പ്ലിറ്റ് എമംഗ്സ് ദ ചിൽഡ്രൻ ഇൻ ഈക്വൽ ഷെയർസ്. അതായത് ബ്രെഡ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആളുകളുടെ ഇടയിൽ ഷെയർ ആക്കുന്നത് പോലെ ഒരിക്കലും ഒരു രക്ഷിതാവിൻ്റെ സ്നേഹം എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്ന രൂപത്തിൽ പറയുകയാണ്. സോ ഇതൊരു ക്വസ്റ്റ്യനായിട്ട് എക്സാമിന് വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് പാരൻ്റൽ ലവ് ബ്രെഡ് പോലെയല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം പാരൻ്റൽ ലവ് ഈസ് നോട്ട് സംതിങ് ലൈക്ക് ബ്രെഡ് ബിക്കോസ് ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ആൻഡ് ഷെയർഡ് എമംഗ് ദ ചിൽഡ്രൻ. അതായത് ഒരു ബ്രെഡ് ശരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് മക്കളുടെ ഇടയിൽ വിഭജിക്കുന്നത് പോലെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, വിഭജിക്കാനൊക്കത്തില്ല എന്ന കാര്യം പറയുകയാണ്. എ ഫാദർ ഗിവ്സ് all his love to each one of his children without discrimination. യാതൊരു വിവേചനവുമില്ലാതെയാണ് ഒരു അച്ഛൻ തൻ്റെ മക്കളുടെ ഇടയിൽ സ്നേഹം കാണിക്കുന്നത്. വെദർ ഇറ്റ് ബി 1 or 10, അതിപ്പോൾ ഒരാളായാലും 10 പേരായാലും. ഇഫ് ഐ ആം സഫറിങ് നൗ ഫോർ മൈ 2 sons, ഇപ്പോൾ എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം നോട്ട് സഫറിങ് ഹാഫ് ഫോർ ഈച്ച് ഓഫ് ദിം ബട്ട് ഡബിൾ. അതായത് എൻ്റെ 2 മക്കൾ അവിടെ വർക്ക് ചെയ്യുന്നതിലുള്ള ആ ഒരു സങ്കടം, ഐ മീൻ പകുതി സങ്കടം ഒരു മകനും പകുതി സങ്കടം മറ്റേ മകനും എന്ന രൂപത്തിലല്ല. ഐ മീൻ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെ ഇരട്ടിയാണ് ശരിക്കും ഞാൻ അനുഭവിക്കുന്ന യാതനകൾ എന്ന കാര്യം പറയുകയാണ്. ട്രൂ സൈഡ് ദ ഇംപാരസ്ഡ് ഹസ്ബൻഡ്. അപ്പോൾ ആ സമയത്ത് അഷെയിംഡ് ആയിട്ടുള്ള ആ ഒരു ഇംപാരസ്ഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് പറയുകയാണ് ശരിയാണ്. ഐ മീൻ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. ബട്ട് സപ്പോസ് എ ഫാദർ ഹാസ് 2 sons at the front and he loses one of them, there is still one left to console him. While എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഒരു അച്ഛന് 2 മക്കൾ യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അവരെ ആശ്വസിപ്പിക്കാനായിട്ട് മറ്റൊരാളില്ലേ എന്ന കാര്യം ചോദിക്കുകയാണ്. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതില്ല, കാരണം എൻ്റെ ഒരേ ഒരു മകനാണ് എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. യെസ് ആൻസർ ദ അതർ ഗെറ്റിംഗ് ക്രോസ്. അപ്പോൾ ഈ സമയത്ത് ആങ്ക്രിലി ദ അതർ റിപ്ലൈഡ്, മറ്റേ യാത്രികൻ ദേഷ്യത്തോടുകൂടെ ആൻസർ ചെയ്യുന്നു. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ക്രോസ് ഇസ് ആങ്ക്രിലി. എ സൺ ലെഫ്റ്റ് ടു കൺസോൾ ഹിം, ഐ മീൻ ആശ്വസിപ്പിക്കാനായിട്ടൊരു മകൻ. ബട്ട് ഓൾസോ എ സൺ ലെഫ്റ്റ് ഫോർ ഹൂം ഹി മസ്റ്റ് സർവൈവ് ഇൻ ഡിസ്ട്രസ്. അതേസമയം ആ ഒരു റിമൈനിങ് ആയിട്ടുള്ള മകൻ മതി ഇനിയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന് വീണ്ടും എന്ത് ചെയ്തിരിക്കാൻ, ആ ഒരു സർവൈവ് ചെയ്ത് ഒരു അതിജീവനം അവിടെ നടത്താൻ, അല്ലെങ്കിൽ സങ്കടപ്പെടാൻ, ഓർത്തിരിക്കാൻ ആ ഒരു ആൾ തന്നെ ധാരാളമാണെന്ന് പറയാം. ഡോണ്ട് യു സീ ഹൗ മൈ കേസ് വുഡ് ബി വേഴ്സ് ദാൻ യൂസ്? ഐ മീൻ എൻ്റെ കേസ്, എൻ്റെ കാര്യം നിങ്ങളേതിനേക്കാളും എത്ര കണ്ട് വേഴ്സ് ആയിരിക്കും, മോശമായിരിക്കും എന്ന കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാനാകുന്നില്ലേ എന്ന കാര്യം ചോദിക്കുകയാണ്. നോൺസെൻസ് ഇൻറ്ററപ്റ്റഡ് അനദർ ട്രാവലർ. അപ്പോൾ ഈ സമയത്താണ് മറ്റൊരു യാത്രികൻ ഇതിലേക്ക് കടന്നു കയറിയിട്ട് ഇടപെടുന്നുണ്ട്, ഇൻറ്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. നോൺസെൻസ്, വെഡ്ഡിത്തരം. എ ട്രാവലർ, എ സ്റ്റൗട്ട് റെഡ് ഫേസ് മാൻ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്. ഐ മീൻ ആ ഒരു ട്രാവലറെ ഇവിടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഹി വാസ് സ്റ്റൗട്ട് വിച്ച് മീൻസ് ഹി വാസ് ഫാറ്റ്. റെഡ് ഫേസ്ഡ് ആയിരുന്നു ആളെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹി ഹാഡ് എ ബ്ലഡ് ഷോട്ട് ഐസ്, നല്ല ചുമന്ന ബ്ലഡ് ഷോട്ട് ആയിട്ടുള്ള കണ്ണുകളായിരുന്നു എന്നും പറയുന്നുണ്ട്. ഹി വാസ് പാൻറ്റിങ്, അദ്ദേഹം പാൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പാൻറ്റിങ് മീൻസ് പഫിങ്, ഗാസ്പിങ്. ഫ്രം ഹിസ് ബൾജിങ് ഐ സീം ടു സ്പേർട്ട് ഇന്നർ വയലൻസ് ഓഫ് എൻ അൺകൺട്രോൾഡ് വൈറ്റാലിറ്റി. ശരിക്കും ആളുടെ ബൾജിങ് ഐസ്, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കണ്ണുകൾ ശരിക്കും ആളുടെ ഉള്ളിലെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആ ഒരു വൈറ്റാലിറ്റിയെ, ഐ മീൻ ഉള്ളിലുള്ള ആ ഒരു വികാര വിചാരത്തെ
അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സങ്കടത്തെ, ദേഷ്യത്തെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബൾജിങ് ഐസ് സ്പേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് വൈറ്റാലിറ്റി ഈസ് സ്ട്രെങ്ത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന സകല ആ, കാര്യങ്ങളും എന്ത് ചെയ്യുകയാണ്, പുറത്തേക്ക് സ്പേർട്ട് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോൺസെൻസ് ഹി റിപ്പീറ്റഡ്. അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, വെഡിത്തരം. ഡു വി ഗിവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനിഫിറ്റ്? ഐ മീൻ, നിങ്ങളുടെ ബെനഫിറ്റിന് വേണ്ടിയിട്ടാണോ, ആനുകൂല്യത്തിന് വേണ്ടിയിട്ടാണോ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കൾ എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഐ മീൻ, നമ്മൾ മക്കൾക്ക് ജന്മം നൽകുന്നത് നമ്മുടെ ബെനഫിറ്റിന് വേണ്ടിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ദ അതർ ട്രാവലേഴ്സ് സ്റ്റെയർഡ് അറ്റ് ഹിം ഇൻ ഡിസ്ട്രസ്. ഈ സമയത്ത് മറ്റ് യാത്രികരെല്ലാം തന്നെ ഇദ്ദേഹത്തെ തന്നെ തുറിച്ചു നോക്കുകയാണ്. സ്റ്റെയർ മീൻസ് തുറിച്ചു നോക്കുക. ദ വൺ ഹു ഹാഡ് ഹിസ് സൺ ആൻഡ് ദ ഫ്രണ്ട് സിൻസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ സൈഡ്. അപ്പോൾ ആദ്യ ദിനം മുതൽ തന്നെ ആ ഒരു യുദ്ധമുഖത്ത് തൻ്റെ മകനുള്ള ആ ഒരു പാരൻ്റ് ഒരു ദീർഘശ്വാസം, ഒരു നെടുവീർപ്പിടുന്നുണ്ട്, സൈ ചെയ്യുന്നുണ്ട്. യു ആർ റൈറ്റ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. അവർ ചിൽഡ്രൻ ഡു നോട്ട് ബിലോങ് ടു അസ്. നമ്മുടെ മക്കളൊന്നും തന്നെ നമുക്കുള്ളതല്ല. ദേ ബിലോങ് ടു ദ കൺട്രി. അവർ ഈ രാജ്യത്തിനുള്ളതാണ്. ബോഷ് റിട്ടോർട്ടഡ് ദ സ്റ്റൗട്ട് ട്രാവലർ. അപ്പോൾ ആ തടിച്ച ട്രാവലർ അദ്ദേഹം പറയുന്നു ബോഷ്. ബോഷ് മീൻസ് നോൺസെൻസ്, ഐ മീൻ മണ്ടത്തരം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗിവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ? നമ്മൾ നമ്മുടെ മക്കൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത്, ഐ മീൻ, നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? വി ബിലോങ് ടു ദെം. നമ്മൾ അവർക്കുള്ളതാണ്. ബട്ട് ദേ നെവർ ബിലോങ് ടു അസ്. അവരൊരിക്കലും തന്നെ നമുക്കുള്ളതല്ല. ആൻഡ് വെൻ ദേ റീച്ച് 20, അവർ അവരുടെ 20കളിൽ എത്തുമ്പോൾ, ദേ ആർ എക്സാക്ട്ലി വാട്ട് വി വർ അറ്റ് ദ ഏജ്. നമ്മുടെ 20കളിൽ എങ്ങനെയായിരുന്നു നമ്മൾ, അതുപോലെ തന്നെയാണ് അവരും. നൗ അറ്റ് അവർ ഏജ്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രായത്തിൽ, ദ ലവ് ഓഫ് അവർ കൺട്രി ഇസ് സ്റ്റിൽ ഗ്രേറ്റ്. ഓഫ് കോഴ്സ്, ഐ മീൻ, ഈ രാജ്യത്തോടുള്ള രാജ്യസ്നേഹം നമുക്ക് വളരെയധികമുണ്ട്. ആൻഡ് ബട്ട് സ്ട്രോങ്ങർ ദാൻ ഇറ്റ് ഈസ് ദ ലവ് ഓഫ് അവർ ചിൽഡ്രൻ. പക്ഷേ ഈ ഒരു പ്രായത്തിൽ രാജ്യത്തോട് നമുക്ക് തോന്നുന്ന സ്നേഹത്തെക്കാളും കൂടുതലാണ് നമുക്ക് മക്കളോട് തോന്നുന്ന സ്നേഹം. Is there any one of us here who wouldn't gladly take his son's place at the front if he could? I mean, ഈ മകൻ്റെ ആ ഒരു സ്ഥാനം നമുക്ക് നിറവേറ്റാനൊരു സമയം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ എന്നിവിടെ ചോദിക്കുകയാണ്. There was a silence all round. ഈ ഒരു ചോദ്യത്തോടു കൂടെ അവിടെ മൊത്തത്തിലൊരു സൈലൻസ് ആണ്. എവ്രിബഡി നോഡിങ് ആസ് ഇഫ് ടു അപ്രൂവ്. എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യുന്നു, അവിടെ തലയാട്ടുന്നു. ഓക്കെ, ദ സ്റ്റൗട്ട് മാൻ കണ്ടിന്യൂഡ്. ആ സ്റ്റൗട്ട് മാൻ അദ്ദേഹത്തിൻ്റെ സംസാരം തുടർന്നു. Isn't it natural that at their age they should consider the love for their country even greater than their love for us? I mean, നമ്മുടെ മക്കള് അവരുടെ ഈ ഒരു പ്രായത്ത് നമ്മളോടുള്ള സ്നേഹത്തെക്കാളും രാജ്യത്തോട് സ്നേഹം കാണിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒന്നല്ലേ? ഇഫ് കൺട്രി ഈസ് എ നാച്ചുറൽ നെസസിറ്റി ലൈക്ക് ബ്രെഡ്, അതായത് ബ്രെഡ് പോലെ ഒരു നാച്ചുറൽ നെസസിറ്റിയാണ് രാജ്യമെങ്കിൽ, സംബഡി മസ്റ്റ് ഗോ ടു ഡിഫെൻഡ് ഇറ്റ്. ഐ മീൻ, ആരെങ്കിലുമൊക്കെ അതിനെ ഡിഫെൻഡ് ചെയ്യണം എന്ന് പറയുകയാണ്. ആൻഡ് അവർ സൺസ് ഗോ. നമ്മുടെ മക്കൾ പോകും. വെൻ ദേ ആർ 20 ആൻഡ് ദേ ഡോണ്ട് വോണ്ട് ടിയേഴ്സ്. അവർ അവരുടെ 20കളിൽ ഇതിന് പോകുമ്പോൾ അവർക്ക് കണ്ണുനീരിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇഫ് ദേ ഡൈ, അവരെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല. കാരണം അവർ മരിക്കുകയാണെങ്കിൽ പോലും ദേ ഡൈ ഹാപ്പി. അവർ സന്തോഷത്തോടു കൂടെയായിരിക്കും എന്ത് ചെയ്യുന്നത്, മരിക്കുന്നത്. അതായത് യുദ്ധമുഖത്തേക്ക് പോകുന്ന നമ്മുടെ മക്കളെ ഓർത്ത് ഒരിക്കലും നമ്മൾ കരയരുത്, സങ്കടപ്പെടരുത്. കാരണം ആ ഒരു അവസരത്തിൽ അവർ മരിക്കുകയാണെങ്കിൽ പോലും ഹാപ്പി ആയിട്ടായിരിക്കും അവർ മരിക്കുന്നത് എന്ന കാര്യം ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എവ്രി വൺ ഷുഡ് സ്റ്റോപ്പ് ക്രൈങ്. എല്ലാവരും കരച്ചിൽ നിർത്തണം. എവ്രി വൺ ഷുഡ് ലാഫ് ആസ് ഐ ഡു. ഞാൻ ചെയ്യുന്നത് പോലെ എല്ലാവരും ചിരിക്കണം. ഓർ അറ്റ് ലീസ്റ്റ് താങ്ക് ഗോഡ്. അതല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറയണം. ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ. ബിക്കോസ് മൈ സൺ ബിഫോർ ഡൈയിങ് സെൻറ്റ് മീ എ മെസ്സേജ്. കാരണം എൻ്റെ മകൻ മരിക്കുന്നതിന് മുന്നേ ഒരു മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറയുകയാണ്. ഹി വാസ് ഡൈയിങ് സാറ്റിസ്ഫൈഡ് അറ്റ് ഹാവിങ് എൻറ്റഡ് ഹിസ് ലൈഫ് ഇൻ ദ ബെസ്റ്റ് വേ ആസ് ഹി കുഡ് ഹാവ് വിഷ്ഡ്. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ
വളരെയധികം സംതൃപ്തിയോടു കൂടെയാണ് ഞാൻ മരിക്കുന്നത് എന്ന രൂപത്തിലായിരുന്നു അവൻ എനിക്ക് മെസ്സേജ് അയച്ചത്. ദാറ്റ് ഈസ് വൈ ആസ് യു സീ ഐ ഡു നോട്ട് ഈവൻ വിയർ മോർണിംഗ്. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ മോർണിംഗ് ഡ്രസ്സ് പോലും ധരിക്കാത്തത്. ഞാൻ അത്ര കണ്ട് ദുഃഖിതനായിരിക്കാത്തതിൻ്റെ കാരണം അതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഹി ഷോക്ക് ഹിസ് ലൈറ്റ് ഫോൺ കോട്ട് ആസ് ഇഫ് ടു ഷോ ഇറ്റ് ഓഫ്. അത് ഷോ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ ലൈറ്റ് ഫോൺ കോട്ട്. ഫോൺ എന്ന വാക്യത്തിൻ്റെ അർത്ഥം ഒരു യെല്ലോയിഷ് ബ്രൗൺ എന്നർത്ഥം വരുന്ന വാക്കാണ് ഫോൺ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു യെല്ലോയിഷ് ബ്രൗൺ നിറത്തിലുള്ള ആ ഒരു കോട്ട് അദ്ദേഹം ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ഹസ് ലിപ്സ് വർ ട്രംബ്ലിങ്. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹിസ് ഐസ് വർ വാട്ടറി ആൻഡ് മോഷൻലെസ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞായിരുന്നു നിൽക്കുന്നത്, മാത്രമല്ല മോഷൻലെസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹി എൻറ്റേർഡ് വിത്ത് എ ശ്രിൽ ലാഫ് വിച്ച് മൈറ്റ് വെൽ ഹാവ് ബീൻ എ സോപ്പ്. തേങ്ങുന്നത് പോലെയുള്ള ഒരു ശബ്ദത്തോടു കൂടെ അദ്ദേഹം എൻഡ് ചെയ്യുന്നു എന്ന് പറയാണ്. ഓക്കെ, ക്വൈറ്റ് സോ അഗ്രീഡ് ദ അതേഴ്സ്. ഈ സമയത്ത് മറ്റുള്ള ആളുകൾ അദ്ദേഹത്തോട് യോജിക്കുന്നു. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ദ വുമൻ ബണ്ടിൽഡ് ഇൻ എ കോർണർ ഹാഡ് ബീൻ സിറ്റിംഗ് ആൻഡ് ലിസണിങ് ടിൽ ഹി ഫിനിഷ്ഡ്. ആ ഒരു കോർണറിലിരുന്ന്, ഒരു ബണ്ടിൽഡായ ആ കോർണറിലിരിക്കുന്ന ആ ഒരു സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ സംസാരം വളരെയധികം ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. ഫോർ ദ ലാസ്റ്റ് 3 months, അവസാനത്തെ 3 മാസത്തോളം, ഷി ഹാഡ് ബീൻ ട്രൈങ് ടു ഫൈൻഡ് ഇൻ ദ വേർഡ്സ് ഓഫ് ഹർ ഹസ്ബൻഡ് ആൻഡ് ഹർ ഫ്രണ്ട്സ് സംതിങ് ടു കൺസോൾ ഹർ. കഴിഞ്ഞ 3 മാസത്തോളമായിട്ട് തൻ്റെ ഭർത്താവായിക്കഴിഞ്ഞാലും തൻ്റെ സുഹൃത്തുക്കളായിക്കഴിഞ്ഞാലും ആര് തന്നെ ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും തന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ്, കാര്യങ്ങളാണ് അവൾ പ്രതീക്ഷിച്ചിരുന്നത്. ആൻഡ് ഷീ വാണ്ടഡ് സംതിങ് ദാറ്റ് മൈറ്റ് ഷോ ഹർ ഹൗ എ മദർ ഷുഡ് സെൻഡ് ഹർ സൺ ടു എ പ്രോബബിൾ ഡേഞ്ചർ ഓഫ് ലൈഫ്. അവൾ എല്ലാവരും കാണിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നത് എങ്ങനെയാണ് ഒരമ്മ തൻ്റെ മകനെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ഹർ ഗ്രീഫ് ഹാഡ് ബീൻ ഗ്രേറ്റർ ഇൻ സീയിങ് ദാറ്റ് നോബഡി ആസ് ഷി തോട്ട് കുഡ് ഷെയർ ഹർ ഫീലിങ്സ്. അപ്പോൾ ആരും തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് ഷെയർ ചെയ്തില്ലല്ലോ എന്നോർത്തപ്പോൾ ഷി വാസ് ഇൻ ഗ്രീഫ്. ബട്ട് നൗ ദ വേർഡ്സ് ഓഫ് ദ ട്രാവലർ അമേസ്ഡ് ആൻഡ് ഓൾമോസ്റ്റ് സ്റ്റൺ ഹർ. പക്ഷെ ഇപ്പോൾ ആ ഒരു സ്റ്റൗട്ട് ട്രാവലറുടെ വാക്കുകൾ അവളെ ആകെ അത്ഭുതപ്പെടുത്തുന്നു. ഷീ സഡൻലി റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ദ അതേഴ്സ് ഹു ആർ റോങ്. അദ്ദേഹം മനസ്സിലാക്കുന്നു, മറ്റുള്ള ആളുകളായിരുന്നില്ല തെറ്റായിരുന്നത്, ബട്ട് ഹെർസെൽഫ്, ഞാൻ തന്നെയായിരുന്നു. ഇറ്റ് വാസ് ഷീ ഹു കുഡിൻറ്റ് റൈസ് അപ് ടു ദ ഹൈറ്റ് ഓഫ് ദോസ് അതർ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. മറ്റുള്ളവരുടെ അച്ഛന്മാരെ പോലെയും അമ്മമാരെ പോലെയും ആകാൻ കഴിയാതിരുന്നത് എനിക്കാണ്. ദേ സീംഡ് വില്ലിംഗ് ടു റിസൈൻ ദെംസെൽസ് വിത്തൗട്ട് ക്രൈങ്. അവരുടെ ആ ഒരു വിധിയെ കരയാതെ അതിനെ റിസൈൻ ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ആൻഡ് നോട്ട് ഓൺലി ടു ദ ഡിപ്പാർച്ചർ ഓഫ് ദിയർ സൺസ് ബട്ട് ഈവൻ ടു ദിയർ ഡെത്ത്. കേവലം മക്കള് യുദ്ധത്തിലേക്ക് പോയി എന്നത് മാത്രമല്ല, മരിച്ചുപോയ പാരൻസ് പോലും അവരുടെ സങ്കടം അടക്കി പിടിക്കുകയാണ്, അതിന് റിസൈൻ ചെയ്യാനായിരുന്നു ശ്രമിച്ചത് എന്ന കാര്യം പറയുന്നു. ഷീ ലിഫ്റ്റഡ് ഹെർ ഹാൻഡ് ആൻഡ് ബെൻഡ് ഓവർ ഫ്രം ഹെർ കോർണർ. അവളുടെ ഹെഡ് ലിഫ്റ്റ് ചെയ്തിട്ട് ആ കോർണറിൽ എന്ത് ചെയ്യാണ്, ബെൻഡ് ഓവർ ചെയ്യുന്നു. ഷി വാസ് ട്രൈങ് ടു ലിസൺ വിത്ത് ഗ്രേറ്റ് അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽസ് വിച്ച് ദ സ്റ്റൗട്ട് മാൻ വാസ് ഗിവിംഗ് ടു ഹിസ് കമ്പാനിയൻസ്. അവൾ ആ ഒരു കോർണറിൽ ഇരുന്നിട്ട് ഈ ഒരു സ്റ്റൗട്ട് മാൻ തൻ്റെ കമ്പാനിയൻസിന്, ഫെലോ പാസഞ്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഡീറ്റെയിൽസ് വളരെയധികം ശ്രദ്ധയോടുകൂടെ കേട്ടിരിക്കുകയായിരുന്നു. ഹി വാസ് ടെല്ലിങ് ദെം, അദ്ദേഹം പറയുകയായിരുന്നു, ദ വേ ഹിസ് സൺ ഹാഡ് ഫോളൻ ആസ് എ ഹീറോ. എങ്ങനെയാണ് തൻ്റെ മകൻ ഒരു ഹീറോയായി മരിച്ചു വീണത്, ഫോർ ഹിസ് കൺട്രി, തൻ്റെ രാജ്യത്തിന് വേണ്ടി, ഹാപ്പി ആൻഡ് വിത്തൗട്ട് റിഗ്രറ്റ്സ്. വളരെയധികം സന്തോഷത്തോടുകൂടെ, യാതൊരു കുറ്റബോധവുമില്ലാതെ എങ്ങനെയാണ് തൻ്റെ മകൻ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചു വീണത് എന്നതിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് സീംഡ് ടു ഹെർ ദാറ്റ് ഷി ഹാഡ് സ്റ്റംബിൾഡ് ഇൻ ടു എ വേൾഡ് സോ ഫാർ അൺനോൺ ടു ഹെർ. അവൾക്ക് തോന്നുകയാണ്, എനിക്കറിയാത്തൊരു ലോകത്തേക്കാണ് ശരിക്കും ഇതെന്നെ കൊണ്ടുപോയത്, ഇതെന്നെ എത്തിച്ചിരിക്കുന്നത്. ആൻഡ് ഷി വാസ് സോ പ്ലീസ് ടു ഹിയർ എവ്രി വൺ ജോയിനിങ് ഇൻ കൺഗ്രാറ്റുലേറ്റിംഗ് ദാറ്റ് ബ്രേവ് ഫാദർ സോ സ്റ്റോയിക്കലി സ്പീക്കിംഗ് ഓഫ് ഹിസ് ചൈൽഡ്സ് ഡെത്ത്.
ശേഷം ഇവൾക്ക് വളരെയധികം സന്തോഷമാകുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ശേഷം എല്ലാ യാത്രികരും തന്നെ ഈ ധീരനായ അച്ഛനെ എന്ത് ചെയ്യാണ്? അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റോയിക്കലി സ്പീക്കിംഗ് ഓഫ് ഹിസ് ചൈൽഡ് ഡെത്ത്, തൻ്റെ മകൻ്റെ മരണത്തെ യാതൊരു പേടിയുമില്ലാതെ സ്റ്റോയിക്കലി. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് സ്റ്റോയിക്കലി, ടു സഫർ വിതൗട്ട് കംപ്ലൈനിങ് ഓർ ഷോയിങ് ഇമോഷൻസ്. യാതൊരു ഇമോഷൻസിനെയും കാണിക്കാതെ, യാതൊരു പരാതിയോ പരിഭവങ്ങളോ കാണിക്കാതെ തൻ്റെ മകൻ്റെ മരണത്തെക്കുറിച്ച് ധീരമായി പറയുന്ന ആ ഒരു അച്ഛനെ എല്ലാവരും വളരെയധികം അഭിനന്ദിക്കുന്നു. ദെൻ സഡൻലി അസ് ഇഫ് വേക്കിംഗ് അപ്പ് ഫ്രം എ ഡ്രീം, പെട്ടെന്ന് യുദ്ധത്തിൽ നിന്നും ഉണരുന്നത് പോലെ ഷി ടേൺ ടു ദ ഓൾഡ് മാൻ ആസ്കിങ് ഹിം, അവൾ നേരെ ആ ഓൾഡ് മാൻ അടുത്തേക്ക് തിരിഞ്ഞിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നു, ദെൻ ഈസ് യുവർ സൺ റിയലി ഡെഡ്? ശരിക്കും നിങ്ങളുടെ മകൻ മരിച്ചോ? എവ്രി വൺ സ്റ്റെയർഡ് അറ്റ് ഹർ. എല്ലാവരും അദ്ദേഹത്തെ തന്നെ നോക്കുന്നു. ദ ഓൾഡ് മാൻ ടു ടേൺ ടു ലുക്ക് അറ്റ് ഹർ. ഈ ഓൾഡ് മാനും അവളെ തന്നെ നോക്കാൻ ശ്രമിക്കുന്നു. ഹി ഫിക്സ്ഡ് ഹിസ് ഗ്രേറ്റ് ബൾജിങ് ഹൊറിബിളി വാട്ടറി ഐസ് ഡീപ്പ് ഇൻ ഹർ ഫേസ്. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരിക്കും ആ വലിയ തള്ളി നിൽക്കുന്ന ആ നിറഞ്ഞ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഫോർ സം ടൈം ഹി ട്രൈ ടു ആൻസർ. കുറച്ച് സമയം അദ്ദേഹം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബട്ട് വേർഡ്സ് ഫെയിൽ ഹിം. പക്ഷേ വാക്കുകൾ അദ്ദേഹത്തെ ഫെയിലാക്കുന്നു. ആൻഡ് ഇറ്റ് വാസ് ആസ് ഇഫ് ഓൺലി ദെൻ ആൻഡ് ഹി ലുക്ക്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹർ. അദ്ദേഹം വീണ്ടും വീണ്ടും അവളെ തന്നെ നോക്കുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് ഓൺലി ദെൻ അറ്റ് ദാറ്റ് സില്ലി incongruous question he had suddenly realized at last that his son was really dead, gone forever. ശരിക്കും അസാധാരണമായ സ്ട്രെയിഞ്ചായ ആ ഒരു ചോദ്യത്തോടു കൂടെയായിരുന്നു അദ്ദേഹം തിരിച്ചറിയുന്നത് തൻ്റെ മകൻ എന്നേക്കുമായി തന്നെ വിട്ടു പോയിട്ടുണ്ട് എന്ന കാര്യം. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻകോൺഗ്രസ് ഈസ് സ്ട്രെയിഞ്ച്. ഓക്കെ. ഹിസ് ഫേസ് കോൺട്രാക്റ്റഡ് ആൻഡ് ബിക്കെയിം ഹൊറിബിളി ഡിസ്റ്റോർട്ടഡ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേഷ്യൽ അപ്പിയറൻസ് ചേഞ്ച് ആവുന്നുണ്ട്. ഹി ബിക്കം ഔട്ട് ഓഫ് ഷേപ്പ്. ദ മീനിങ് ഓഫ് ദ വേർഡ് ഡിസ്റ്റോർട്ടഡ് ഈസ് ഔട്ട് ഓഫ് ഷേപ്പ്. ഒരു വികൃതമാകുന്നുണ്ട്. മുഖത്തിൻ്റെ ആ ഒരു പ്രതാപം ശരിക്കും നഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ദെൻ ഹി സ്നാച്ച്ഡ് ഇൻ ഹേസ്റ്റ് എ ഹാൻഡ് കർച്ചീഫ് ഫ്രം ഹിസ് പോക്കറ്റ്. പെട്ടെന്ന് അദ്ദേഹം പെടുന്നനെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഹാൻഡ് കർച്ചീഫ് എടുക്കുന്നു. ആൻഡ് ടു ദ അമേസ്മെൻറ്റ് ഓഫ് എവ്രി വൺ, എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബ്രോക്ക് ഇൻ ടു ഹാരോയിങ്, ഹാർട്ട് ബ്രേക്കിംഗ്, അൺകൺട്രോളബിൾ സോബ്സ്. അത്രയും ഹൃദയഭേദകമായ, വളരെയധികം സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള തേങ്ങലോടുകൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം അവിടെ കരയുന്നു എന്ന കാര്യം കൂടി പറയുകയാണ്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് ഹാരോയിങ് ഈസ് കോസിങ് ഡിസ്ട്രസ്. അപ്പോൾ ഇതുവരെ അടക്കി പിടിച്ചിരുന്ന തൻ്റെ സങ്കടങ്ങളെ, തൻ്റെ ആധികളെ ഈ ഒരു ലേഡിയുടെ ആ ഒരു ചോദ്യത്തോടു കൂടി അദ്ദേഹത്തിന് അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അറിയാതെ തൻ്റെ ഉള്ളിൽ നിന്നും ആ സങ്കടങ്ങൾ, അതായത് വാർ എഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശരിക്കും പുറത്തേക്ക് വരികയാണ്. സോ ഇവിടെ ലൂജി പിരാൻറ്റലോയുടെ ഈ ഒരു വർക്കിലൂടെ വാർ എഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരെങ്ങനെയാണ് അവരുടെ സങ്കടങ്ങളെ, അവരുടെ നഷ്ടങ്ങളെ, അവരുടെ കാര്യങ്ങളെ മുഴുവൻ മാനേജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു കഥയ്ക്കകത്ത് പ്രധാനമായും പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ദ പിക്ചർ of a picture about the author. So if you go through the box, you will get a clear idea about Luigi Pirandello. So have a look at it. Luigi Pirandello was an Italian dramatist, novelist, poet, and short story writer. With 6 characters in search of an author, he became a well-known innovator in modern drama. He was awarded the Nobel Prize for Literature in 1934. Pirandello's works include novels and hundreds of short stories. He also wrote a large number of plays which were published between 1918 and 1935 under the collective title of Martial Note, Naked Mask. സോ ഇതിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായും ഈ വാർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമായി തന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഈ ഒരു കഥ വിശദീകരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇനിയും ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യം വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോമൻറ്റ് ബിലോ. ആൻഡ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ
അറിയുന്ന 10th പഠിക്കുന്ന ആളുകൾക്കെല്ലാം നമ്മുടെ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വാർ ബൈ ലൂയിജി പിരാൻഡലോ ആൻഡ് സീ യു in another video. Till then, bye. It's me signing off, Asik Casas.